ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നാളെ വെള്ളിയാഴ്ചയാണ്. വൃശ്ചികത്തിലെ രണ്ടാമത്തെ വെള്ളിയാണ്. ചെയ്യേണ്ടുന്ന പൂജയെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. വളരെ എളുപ്പമാണ്, എല്ലാവരും കണ്ടത് ചെയ്യാൻ ശ്രമിക്കണം. അതേപോലെ ഇന്ന് മാർഗശീർഷ ഗുരുവാര ലക്ഷ്മി പൂജയായിരുന്നു ഒന്നാമത്തെ ദിവസം. എൻ്റെ പൂജയാണിത്. ഞാൻ രാവിലെ തന്നെ ലക്ഷ്മി പൂജയൊക്കെ ചെയ്തു കഴിഞ്ഞു. ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം. ആ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ നിങ്ങൾക്ക് തരാം. വളരെയധികം നല്ല ഫലങ്ങൾ നമുക്ക് തരുന്ന ഒന്നാണ് മാർഗശീർഷ മാസത്തിൽ വ്യാഴാഴ്ച ദിവസം നമ്മൾ ചെയ്യുന്ന ലക്ഷ്മി പൂജ എന്ന് പറയുന്നത്. കഴിയുന്നതും എല്ലാവരും ചെയ്യാനായിട്ട് ശ്രമിക്കണം, വൈകിട്ടെങ്കിലും. ഇനി നമ്മൾ ഇന്ന് നോക്കുന്നത് നാളെ വെള്ളിയാഴ്ചയും അഷ്ടമി തിഥിയും കൂടിയിട്ടാണ്. നാളത്തെ ദിവസം വാരാഹിയമ്മയ്ക്ക് ചെയ്യേണ്ടുന്ന ഒരു ചെറിയ വഴിപാടിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. നമുക്കറിയാം, പഞ്ചമി തിഥികൾ എത്രമാത്രം അമ്മയ്ക്ക് പ്രിയമാണോ അതേപോലെ പ്രിയമുള്ളതാണ് അഷ്ടമി തിഥികളും. നാളെ അഷ്ടമിയും വെള്ളിയാഴ്ചയും കൂടെ ഒന്നിച്ചാണ് വന്നിരിക്കുന്നത്. അതുമാത്രവുമല്ല, വെളുത്തപക്ഷ അഷ്ടമിയാണ് നാളെ. നാളത്തെ ദിവസം നമ്മൾ ചെയ്യേണ്ടുന്ന അതിപ്രധാനമായിട്ടുള്ള ഒരു കാര്യം, ഈ ഒരു കാര്യം നിങ്ങളുടെ ആഗ്രഹത്തെ സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടത്. കറുത്തപക്ഷ അഷ്ടമിയും പഞ്ചമിയും ഒക്കെ സാധാരണയായി നമ്മളിൽ നിന്നും വിട്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നതിനെക്കുറിച്ച് വേണ്ടിയിട്ട് നമ്മൾ വാരാഹിയം പ്രാർത്ഥിക്കുന്നു. വെളുത്ത പക്ഷത്തിൽ നമ്മൾക്ക് സാധിച്ചു കിട്ടേണ്ടുന്ന ആഗ്രഹത്തെക്കുറിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് 11 21 ഗ്രാമ്പൂ എടുക്കുക എന്നുള്ളതാണ്. എത്ര എണ്ണമാണോ നിങ്ങൾക്ക് വേണ്ടത് അത്രയും എടുത്താൽ മതിയാവും. ഒന്നെങ്കിൽ 11 അല്ലെങ്കിൽ 21. എന്നിട്ട് അത് ഒരു ചെറിയ ബ്രാസിൻ്റെ പ്ലേറ്റിലോ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഒരു വാഴയിലയിലോ വെറ്റിലയിലോ വെച്ച് വാരാഹിയമ്മയുടെ മുൻപിൽ വെക്കുക. ആദ്യം തന്നെ വാരാഹിയമ്മയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ ആ ഫോട്ടോയ്ക്ക് എന്തെങ്കിലും ഒരു ചുമന്ന കളറിലെ പൂക്കളോ അല്ലെങ്കിൽ ശംഖുപുഷ്പമോ സമർപ്പിച്ച് അമ്മയ്ക്കൊരു ദീപം കൂടി തെളിയിക്കണം. ഇനി ഫോട്ടോയോ അതുപോലെ തന്നെ വിഗ്രഹങ്ങളോ ഒന്നുമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരേ ഒരു ദീപം നിങ്ങൾ ദേവിയായിട്ട് സങ്കല്പിച്ച് തെളിയിച്ചാൽ മതി. നെയ്ദീപമാണ് ഏറ്റവും ശ്രേഷ്ഠം. അതിനു മുൻപിൽ നിങ്ങൾ ഈ ഒരു 11 അല്ലെങ്കിൽ 21 ഗ്രാമ്പൂ വെക്കണം. ഗ്രാമ്പൂ വെച്ചതിന് ശേഷം ഒരു ചുമന്ന കളറിലെ പുഷ്പം കയ്യിലെടുക്കണം. ചുമപ്പാണ് ഏറ്റവും ബെറ്റർ. ഇനി ചുമന്ന കളറിലെ പുഷ്പമില്ലെങ്കിൽ ഒരേ ഒരു പിഞ്ച്, അതായത് നമ്മുടെ വലത്തേ കൈയിലെ മോതിരവിരളും തള്ളവിരളും കൂടി കൂട്ടിപ്പിടിച്ചാൽ നമുക്ക് വളരെ കുറച്ച് കുങ്കുമം കയ്യിൽ കിട്ടും. ആ കുങ്കുമം കയ്യിലെടുത്തിട്ട് നിങ്ങൾക്ക് നടന്ന് കിട്ടേണ്ടുന്ന ആഗ്രഹം, അതിനെക്കുറിച്ച് അമ്മയോട് പറയണം. അതെന്ത് ആഗ്രഹവുമായിക്കൊള്ളട്ടെ, അടുത്ത അഷ്ടമിക്ക് മുൻപ് എൻ്റെ ഈ ഒരു ആഗ്രഹം എനിക്ക് സാധിച്ചു തരണം എന്ന് പ്രാർത്ഥിച്ചിട്ട് വജ്രഘോഷം ഒരു 3 പ്രാവശ്യം പറയണം. എന്നിട്ട് പൂവാണെന്നുണ്ടെങ്കിലും കുങ്കുമമാണെങ്കിലും ആ ഒരു 11 അല്ലെങ്കിൽ 21 ഗ്രാമ്പൂ എടുത്ത് വെച്ചിരിക്കുന്നതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഇടുക. അതായത് പൂവാണെന്നുണ്ടെങ്കിൽ അതിന് മുകളിലോട്ട് വെക്കുക. കുങ്കുമം ആണെന്നുണ്ടെങ്കിൽ ആ എത്ര ഗ്രാമ്പൂ ഉണ്ടോ അത്രയും ഗ്രാമ്പൂവിൽ പറ്റുന്ന രീതിയിൽ അതിൻ്റെ പുറത്തു കൂടിയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് ഇടുക. അതിനുശേഷം അവിടെ ഇരുന്ന് ഞാൻ ഈ പറയുന്ന മന്ത്രം നിങ്ങൾ 108 പ്രാവശ്യം ചൊല്ലുക. ഓം ശ്രീം ഹം വസി വസി. ഓം ശ്രീം ഹം വസി വസി. ഇതാണ് നമ്മൾ ചൊല്ലേണ്ടുന്ന മന്ത്രം എന്ന് പറയുന്നത്. 108 പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം അമ്മയോട് എൻ്റെ ആഗ്രഹം സാധിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾ ഇപ്പം ഒരു ബ്രാസിൻ്റെ പ്ലേറ്റിലാണ് കുങ്കുമം ഇട്ടിട്ടുള്ളതെങ്കിൽ ചെയ്യേണ്ടത് ഒരു ചെറിയ പേപ്പറിനകത്തോട്ട് അത് ഇടുക. ഇനിയിപ്പോൾ വാഴയിലയിലോ വെറ്റിലയിലോ ആണ് നിങ്ങൾ വെച്ചിരിക്കുന്നതെങ്കിൽ ആ വാഴയിലയോടും വെറ്റിലയോടും കൂടി തന്നെ നമ്മൾ ആ ഒരു പേപ്പറിൻ്റെ അകത്തോട്ട് ഇത് വെക്കണം. പേപ്പർ ലൈൻസ് ഇല്ലാത്ത പ്ലെയിൻ ആയിട്ടുള്ള പേപ്പർ ആയിരിക്കും ഏറ്റവും നല്ലത്. എന്നിട്ട് ആ പേപ്പർ അങ്ങ് ചുരുട്ടി മടക്കിയെടുക്കുക. മടക്കിയെടുത്തിട്ട് നമ്മളിത് നമ്മുടെ വീട്ടിൽ കിഴക്ക് ഭാഗത്തായിട്ട്, കിഴക്കെന്ന് പറയുമ്പം കംപ്ലീറ്റ് വീടിനെ ബേസ് ചെയ്തിട്ട് കിഴക്ക് ഭാഗം നോക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ അടുക്കള, ഹോള്, ബെഡ്റൂം, അങ്ങനെ ഓരോ റൂമിനെ എടുത്തിട്ട് ആ റൂമിൻ്റെ കിഴക്ക് ഭാഗം എടുക്കാം. ഏതാണോ നിങ്ങൾക്ക് എളുപ്പം അങ്ങനെ കിഴക്ക് ഭാഗത്ത് എവിടെയെങ്കിലും അത് കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കുക എന്നുള്ളതാണ്.
അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കുപ്പിക്കകത്തിട്ട് വെക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോർണറിലോട്ട് മാറ്റി വെക്കാം, അതെന്തെങ്കിലും ആയിക്കൊള്ളട്ടെ. പക്ഷേ മറ്റാരുടെയും കണ്ണിൽ പെടാൻ പാടില്ല ഇതെന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ ചെയ്തു, നിങ്ങൾക്കറിയാം ഇത് വെച്ചിരിക്കുന്നു എന്നുള്ള കാര്യം. അതിന് പകരം നമ്മുടെ ഭർത്താക്കന്മാരോ മക്കളോ വീട്ടിലുള്ള മറ്റംഗങ്ങളോ ആരും ഈ ഒരു കാര്യം കാണാൻ പാടില്ല. ഇനി നമ്മുടെ കുടുംബത്തിലും മൊത്തത്തിലുള്ളൊരു കാര്യമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്നാൽ പോലും നമ്മൾ മാത്രമേ ഇതറിയാവൂ, ഇങ്ങനെയൊരു സാധനം നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. ഇത് ഈ മാസത്തിൽ വരുന്ന കറുത്തപക്ഷ അഷ്ടമി വരെ നിങ്ങൾ വെച്ചിരിക്കുന്നിടത്ത് തന്നെ ഇരിക്കണം. അതായത് ഡിസംബറിൽ വരുന്ന പൗർണമിക്ക് ശേഷം വരുന്ന അഷ്ടമി തിഥി വരെ നമ്മളിത് ആ ഒരു സ്ഥലത്ത് തന്നെ വെക്കണം. അവിടുന്ന് ഇത് അനക്കാനേ പാടില്ല. അപ്പം ഇതെല്ലാം ശ്രദ്ധിച്ച് മാത്രമേ നമ്മളതെടുത്ത് വെക്കാൻ പാടുള്ളൂ. അവിടുന്ന് അനക്കരുത്, മറ്റാരും കാണുകയും ചെയ്യരുത്. നിങ്ങൾ ചോദിച്ചിരിക്കുന്ന കാര്യം അത് എന്ത് തന്നെയാണെങ്കിലും കറക്റ്റ് 15 ദിവസത്തിനുള്ളിൽ അതിന് നിങ്ങൾക്കൊരു പോസിറ്റീവ് റിസൾട്ട് തീർച്ചയായിട്ടും കിട്ടിയിരിക്കും. പക്ഷേ സത്യസന്ധമായിരിക്കണം. അതേപോലെ തന്നെ എനിക്ക് 1 കോടി വേണം, 10 കോടി വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ചോദിക്കരുത്. ഇപ്പം നിങ്ങൾക്ക് ഒരു 2-3 ലക്ഷം രൂപ വേണമെന്നുണ്ടെങ്കിൽ അത് കിട്ടാനുള്ള സോഴ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം. അതല്ലാതെ ഒരു 2 ലക്ഷം 3 ലക്ഷം രൂപ കിട്ടാനുണ്ട്, അതിന് പകരമായിട്ട് 10 കോടിയും 20 കോടിയും ഒന്നും ചോദിക്കരുത്. അങ്ങനെ ചോദിച്ചാൽ നമുക്കത് ലഭിക്കുകയുമില്ല. എപ്പോഴും ന്യായമായിട്ടുള്ള, നമുക്ക് അത്രമേൽ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ മാത്രം നമ്മളത് ദേവിയോട് ചോദിക്കാനായിട്ട് ശ്രമിക്കണം. ഇനി ഇപ്പം നിങ്ങളിത് വെച്ചു, നിങ്ങളുടെ ആഗ്രഹം അടുത്ത അഷ്ടമിക്ക് മുൻപായിട്ട് നടന്നു കിട്ടിയെന്നിരുന്നാലും നിങ്ങളത് അവിടുന്ന് എടുക്കരുത്. അത് കറക്റ്റ് ആ ഒരു അഷ്ടമി തിഥി വരുമ്പോൾ വേണം എടുക്കാൻ. അഷ്ടമി തിഥി എന്നാണോ വരുന്നത് അന്ന് രാവിലെ, അതായത് അഷ്ടമി രാവിലെ ഉള്ളപ്പം അത് എടുത്ത് ഒന്നെങ്കിൽ ഒഴുകുന്ന ജലത്തിൽ കൊണ്ടുപോയി കളയാം. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ കിണർ വീട്ടിലുണ്ടെങ്കിൽ കിണറ്റിൽ ആ ഗ്രാമ്പൂ മാത്രം, പേപ്പറൊന്നും ഇടരുത്, ഗ്രാമ്പൂ മാത്രം, അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ മരം, അതിപ്പോൾ എന്ത് മരവും ആയിക്കൊള്ളട്ടെ, ആ മരത്തിൻ്റെ ചുവട്ടിൽ കൊണ്ടുപോയി നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മണ്ണ് മാന്തി അതിലോട്ട് ആ പേപ്പർ അതുപോലെ കുഴിച്ചിടാം. വെള്ളത്തിൽ ഒഴുക്കുക, മരത്തിൻ്റെ ചുവട്ടിൽ കൊണ്ട് കുഴിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ ആ പേപ്പർ അതുപോലെ കൊണ്ടിടണം. വീട്ടിലെ കിണറ്റിൽ ഇടാനാണെന്നുണ്ടെങ്കിൽ ഗ്രാമ്പൂ മാത്രം കിണറ്റിലിടണം. പേപ്പറും അതിനകത്ത് വെച്ചിട്ടുള്ള ആ ഒരു വെറ്റിലയാണെങ്കിൽ വാടിയിലാണെങ്കിൽ അതെല്ലാം കാൽപ്പെടാത്ത ഇടത്ത് കളഞ്ഞേക്കണം. എന്നിട്ട് ആ അഷ്ടമി തിഥിയുടെ വൈകിട്ട്, ഇപ്പോൾ ചില ദിവസങ്ങളിൽ നമുക്ക് അഷ്ടമി ഒരു വൈകിട്ട് ഒരു 4 മണിക്കായിരിക്കും ആരംഭിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ അഷ്ടമി വൈകിട്ട് വരുമ്പോൾ അമ്മയ്ക്കൊരു ദീപം കൊളുത്തി അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു നിവേദ്യം സമർപ്പിച്ച് നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തന്നതിന് നന്ദി പറയണം. എന്നിട്ട് പിറ്റേ ദിവസം ആ ഗ്രാമ്പു എടുത്തുകൊണ്ട് കളഞ്ഞാൽ മതിയാവും. അങ്ങനെയല്ല, ഇപ്പം അഷ്ടമി തിഥി രാവിലെ തന്നെ തുടങ്ങിയെങ്കിൽ രാവിലെ നിങ്ങൾ ആ വസ്തു എടുത്തുകൊണ്ട് കളഞ്ഞിട്ട് വൈകിട്ട് അമ്മയ്ക്ക് മുൻപിൽ ഒരു ദീപം കൊളുത്തി വെച്ചിട്ട് അമ്മയോട് നന്ദി പറഞ്ഞ് എന്തെങ്കിലും ഒരു വസ്തു അമ്മയ്ക്ക് സമർപ്പിക്കുകയും ചെയ്യാം. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ പൂർണ്ണമായിട്ടും ദേവിയിൽ വിശ്വസിച്ചുകൊണ്ട് ഈ ഒരു കാര്യം നാളെ ചെയ്താൽ തീർച്ചയായും അടുത്ത അഷ്ടമിക്ക് മുൻപ് നിങ്ങളുടെ ആഗ്രഹം അതെന്തായാലും അമ്മ സാധിച്ചു തന്നിരിക്കും. ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുള്ളതാണ് ഈ ഒരു കാര്യമെന്ന് പറയുന്നത്. സോ കഴിയുന്നതും എല്ലാവരും ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കണം. നാളെ വൈകിട്ട് 7 മണിക്ക് ശേഷം ഈ ഒരു കാര്യം ചെയ്യുന്നതാണ് വളരെ പെട്ടെന്ന് നമുക്ക് ഫലം കിട്ടുന്നത്. വൈകിട്ട് 7 മണി മുതൽ രാത്രി 11 മണി വരെ നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് ആ ഒരു സമയത്ത് ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യണം. തീർച്ചയായും നല്ല ഫലം കിട്ടും. വെള്ളിയാഴ്ച ദിവസം ലളിതാ സഹസ്രനാമം ചൊല്ലി പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ചും ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ പേജിൽ കയറി എല്ലാവരും നോക്കണം. വളരെ വളരെ പവർഫുള്ളായിട്ടുള്ള ദിവസങ്ങളാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മാസം കഴിയുന്നതും എല്ലാവരും നല്ല രീതിയിൽ പ്രാർത്ഥനകളും പൂജകളും ഒക്കെ ചെയ്യാൻ ശ്രമിക്കണം. നമ്മുടെ 1 വർഷത്തേക്കുള്ള ഡിപ്പോസിറ്റാണ്. നമ്മൾ ഈ ഒരു വൃശ്ചിക മാസത്തിൽ ചെയ്യുന്ന ഓരോ പ്രാർത്ഥനകളും, തെളിയിക്കുന്ന ഓരോ ദീപവും, ചൊല്ലുന്ന ഓരോ മന്ത്രങ്ങളും. അപ്പോൾ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.